അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ രണ്ടാമതായി പരിചയപ്പെടുത്തുന്ന മൃഗം ആടാണ്. ആട് അള്ളാഹുവിന്റെ ഖുർആനിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന, പ്രത്യേകിച്ച് 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ മേച്ചിട്ടുള്ള, അവർ പരിപാലിച്ചിട്ടുള്ള ഒരു ജീവിയാണ്, ഒരു മൃഗമാണ് ആട്. ആടിനെ സംബന്ധിച്ച ഖുർആനിൽ 11 പ്രാവശ്യമാണ് വിവിധ ആയത്തുകളിലായി അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്. അതും വിവിധ പേരുകളിലാണ്. ഗനം എന്ന് പറഞ്ഞിട്ടുണ്ട്, ലഅ്ന് എന്ന് പറഞ്ഞിട്ടുണ്ട്, മഅ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നഇജത്തുൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ 4 പേരുകളിലായി വിവിധ സൂക്തങ്ങളിലായി 11 പ്രാവശ്യം അള്ളാഹുവിന്റെ ഖുർആൻ ആടിനെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ വസീലത്ത് എന്ന് പറയുന്ന അന്ധവിശ്വാസികളായിരുന്ന, അഥവാ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വിശ്വാസം, അഥവാ ഈ വസീലത്ത് എന്ന് പറഞ്ഞാൽ 7 പ്രസവിച്ച ആടാണ്. അതിന് ദൈവത്തിനു വേണ്ടി അവർ സംഭാവന കൊടുക്കുന്നു എന്ന് വാദിക്കുന്ന ഒരു വാദമായിരുന്നു. സൂറത്തുൽ അൻആമിലാണ്, സൂറത്തു മാഇദയിലാണ് അതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രതിപാദ്യമുള്ളത്. പിന്നീട് ഹാം എന്ന് പറയുന്ന ഒരു ആടിനെ സംബന്ധിച്ച ഖുർആൻ പറഞ്ഞു. അപ്പോ ഈ ഗനമ്, ലഅ്ന്, മഅ്സ്, നഇജത്ത് എന്നതിന് പുറമെ വസീലത്തും ഹാമും വിശുദ്ധ ഖുർആനിൽ ആടുകൾക്ക് വേണ്ടി പരാമർശിച്ച പേരുകളാണ്. 10 ആടുകൾക്ക് ഇണചേർന്ന കുറ്റനാടിനെയാണ് സാധാരണ ഹാം എന്ന് പറയുന്നത്. 10 ഇണചേർന്നിട്ടുള്ള ആടാണ്. ഈ 10 പ്രാവശ്യം ഇണചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് അതിന് ഇണചേരാനുള്ള ആരോഗ്യം ഉണ്ടാവൂല എന്ന് വിശ്വസിക്കുകയും അതിനെ അറുക്കുകയോ കഴിക്കുകയോ ഒന്നും ചെയ്യാതെ അതിനെ അതിന്റെ വഴിക്ക് വിടുകയും അതെങ്ങനെയെങ്കിലുമൊക്കെ ചത്തുപോകുന്ന ഒരു സാഹചര്യമാണ്. അതിനെയും അന്ധവിശ്വാസത്തിന്റെ ഭാഗമായി കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഖുർആനിൽ ആടിനെ സംബന്ധിച്ച് പറഞ്ഞത് 11 പ്രാവശ്യമാണ് അല്ലാഹു തആല പരാമർശിച്ചിട്ടുള്ളത്. അതിൽ ശ്രദ്ധേയമായ 2 കാര്യങ്ങൾ. അതിലൊന്ന് സൂറത്തു ത്വാഹയിൽ 18-ാമത്തെ ആയത്താണ്. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് സംസാരിക്കുന്ന ഒരു ഭാഗം പറയുമ്പോൾ അള്ളാഹു മൂസാ നബിയുടെ ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കാൻ വേണ്ടി മൂസാ നബിയോട് അള്ളാഹു പറഞ്ഞു, ഒമാ തിൽക ബിയമീനിക യാ മൂസ, എന്താ മൂസ നിന്റെ കയ്യിലുള്ളത്? മൂസാ നബി പറഞ്ഞത്, ഖാല ഹിയ അസ്വായി, ഇതെന്റെ വടിയാൻ, അതവക്കഉ അലൈഹ, ഞാൻ ഇതിൽ ഊന്നി ചാരി നിൽക്കാറുണ്ട്, വഅഹുശു ബിഹാ അലാ ഗനമി, ഇതുകൊണ്ട് ഞാൻ എന്റെ ആടുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്, തീറ്റ പറിക്കാറുണ്ട്, വലിയ ഫിഹ മആരിബ് ഉഖ്റ, ഇതല്ലാത്ത വേറെ ഗുണങ്ങളുമുണ്ട്. അള്ളാഹുവിനോട് സംസാരിക്കാൻ ഒരു ചെറിയ അവസരം കിട്ടിയപ്പോൾ മൂസാ നബി അത് മുതലാക്കുകയും കൂടുതൽ വാചാലമായി അള്ളാഹുവിലേക്ക് സംസാരിക്കാനുള്ള താല്പര്യം കാണിക്കുകയും ചെയ്ത ഒരു ഭാഗം വിശദീകരിക്കുന്ന ഭാഗമാണ്. മറ്റൊന്ന് അംബിയയിലെ 78-ാമത്തെ ആയത്താണ്. മഹാനായ ദാവൂദ് നബിയും അദ്ദേഹത്തിന്റെ മകൻ സുലൈമാൻ നബിയും ഒരു സദസ്സിൽ ഉണ്ടാകുമ്പോൾ ഒരാൾ വന്ന്, 2 പേര് വന്ന് കൃഷിയുടെ വിഷയത്തിൽ പരാതി ബോധിപ്പിച്ചു. വദാവൂദ വ സുലൈമാന ഇദ് യഹ്കുമാനി ഫിൽ ഹർഫ് ഇദ് നഫശത് ഫീഹി ഗനമുൽ ഖൗം വകുന്നാ ലിഹുക്മിഹിം ഷാഹിദീൻ. ഇതിന്റെ പശ്ചാത്തലം, 2 പേര് വന്നു. ഒരാൾ പറഞ്ഞു, ഞാൻ നല്ല ഒരു ഭൂമിയിൽ കൃഷി ഇറക്കി, വിളവെടുപ്പിന്റെ സമയമെത്തിയപ്പോൾ ഇദ്ദേഹത്തിന്റെ ആട് വന്ന് തിന്ന് നശിപ്പിച്ചു കളഞ്ഞു. ഒരു വിധി എനിക്ക് വേണം, നീതിയുള്ള വിധിയായിരിക്കണം എന്ന് പറഞ്ഞപ്പോ ദാവൂദ് നബി ആ കൃഷി ഇത്രയും നിലയിൽ പരിപോഷിപ്പിച്ചെടുത്തതിന് എത്ര രൂപയായി എന്ന് ചോദിച്ചു. അതുപോലെ ആടിന്റെ വിലയും ചോദിച്ചു. 2ഉം ഏകദേശം ഒരുപോലെ വന്നപ്പോൾ ദാവൂദ് നബി വിധിച്ചത് ആ ആടുകളെ ഈ കൃഷിഭൂമി ഉടമസ്ഥന് കൊടുക്കണം എന്നാണ്. പക്ഷെ സുലൈമാൻ നബി അലൈഹിസ്സലാം ദാവൂദ് നബിയോട് പറഞ്ഞത്, എനിക്ക് ഒരു അഭിപ്രായം പറയാനുണ്ട്. ഈ കൃഷിഭൂമി ഈ ആട്ടിടയന് കൊടുക്കുകയും അയാൾ നനയ്ക്കുകയും അതുപോലെ വളം ചെയ്യുകയും അതിന്റെ കള പറിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്ത് അദ്ദേഹം വിളവെടുപ്പിന്റെ സമയമാകുമ്പോഴേക്കും ഭൂമി കൃഷി ഉടമയ്ക്ക് തിരിച്ചു കൊടുക്കട്ടെ. അതുവരെയും അദ്ദേഹത്തിന്റെ ആടുകൾ ഈ കൃഷി ഉടമയുടെ കയ്യിൽ ഇരിക്കട്ടെ. ആ കൃഷി ഉടമയ്ക്ക് ആടുകളെ കൊണ്ട് രോമം വിൽക്കാനും പാല് വിൽക്കാനും
അത് പ്രസവിക്കുമ്പോൾ അതിന്റെ കുഞ്ഞുങ്ങളെ ഈ കാലയളവിനുള്ളിൽ എടുക്കാനും അനുവാദം കൊടുക്കുക. ആ വിധി ഇരുകൂട്ടർക്കും സംതൃപ്തിയാവുകയും അവർ സന്തോഷത്തോടെ മടങ്ങുകയും ഒക്കെ ചെയ്തു എന്ന് വിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു. അപ്പൊ ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല 11 സ്ഥലങ്ങളിൽ ആടിനെ സംബന്ധിച്ചു പറഞ്ഞു. ആട് ശാന്തതയുള്ള ഒരു ജീവിയാണ്, ആട് ബറക്കത്തുള്ള ജീവിയാണെന്നൊക്കെ ഹദീസുകളിൽ കാണാൻ കഴിയുന്നു. എല്ലാ പ്രവാചകന്മാരും ആടിനെ മേച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ആ ആടുകൾ രണ്ടാമത്തെ മൃഗങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അള്ളാഹു ഖുർആൻ കൂടുതൽ പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.